ഞങ്ങൾ അവകാശങ്ങളല്ലേ ചോദിക്കണേ. അത് തരാൻ പറ്റിയില്ലെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് ആ ഒരു തീരുമാനം പറഞ്ഞൂടെ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കില്ലല്ലോ. നിലമ്പൂരിലെ ആദിവാസികൾ 200 ദിവസത്തോളമായി മലപ്പുറം കളക്ടറേറ്റിന് മുന്നിൽ രണ്ടാം ഘട്ട സമരത്തിലാണ്. ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ ഭൂമി തരൂ സർക്കാരേ എന്ന് ആദിവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ 6 മാസമായി ഞങ്ങളിവിടെ വന്നിട്ട് ഇതുവരെ അവർ ഇവിടെ വന്നൊന്ന് നോക്കിക്കണം. ഞങ്ങൾക്ക് ഈ 6 അടി മണ്ണ് ഇല്ല, ഒരു വീടില്ല ഞങ്ങൾക്ക് വീടും കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ വന്ന് കുത്തിർക്കൂല. ഈ റിപ്പോർട്ട് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതിൻ്റെ ആധികാരികമായിട്ട് ഒപ്പിടേണ്ടത് റവന്യൂ മന്ത്രി ശ്രീ രാജനാണ്. അദ്ദേഹം അതിൽ ഒപ്പിട്ടിട്ടുണ്ട്. പിന്നീട് ഇത് SC/ST മന്ത്രി ശ്രീമാൻ കേളു അത് ഒപ്പിട്ടിട്ടില്ല. ഒപ്പിടാണ്ട് അയാൾ അത് പെൻഡിങ്ങിൽ നിർത്തിയിരിക്കുകയാണ്. ഈ പാവപ്പെട്ട ഈ മനുഷ്യർ, അതായത് 1 സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത കുടുംബങ്ങൾക്ക് 60 കുടുംബങ്ങൾക്ക് ഭൂമി കൊടുക്കാനാണ് ഈ അഗ്രിമെൻ്റ് പറയുന്നത്. അവർ ഇപ്പോഴും ഇവിടെ മാറി മാറി വന്ന് ഇവിടെ സത്യാഗ്രഹം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സെഡ് ഞങ്ങൾ വേറെ ആൾക്കാരെ വീടാണ്, സെഡാണ്, സ്ഥലത്തിലാണ് സെഡ് വെച്ചിരിക്കണത്. വാടകയ്ക്കാണ് 300 റുപ്യാണ് വാടക പറഞ്ഞത്. ഇതുവരെ കൊടുക്കാൻ 300, അതുവരെ ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണില്ല. അത് പ്ലാസ്റ്റിക് ഇട്ട് ചോറ് നിൽക്കണേ. ആ വീട്ടിൽ നമ്മൾ താമസിക്കണേ. ഞാനൊരു വിധവയാണ്. പിന്നെ മുഖ്യമന്ത്രി എന്താ ഞങ്ങൾ ഞങ്ങളെ ഭൂമിക്ക് വേണ്ടി ചോദിച്ചിട്ട് ഒരു കീറാമുട്ടിയായിട്ടല്ലേ നിൽക്കണേ. ഞങ്ങളെ അവകാശങ്ങളല്ലേ ചോദിക്കണേ. അത് തരാൻ പറ്റിയില്ലെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് ആ ഒരു തീരുമാനം പറഞ്ഞൂടെ. ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കില്ലല്ലോ. പിന്നെ 6 മാസമായിട്ട് ഞങ്ങളിവിടെ വന്നിരിക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഞാനൊരു ഭർത്താവില്ലാത്ത വിധവയാണ്. ഒരു മോൻ നിൽക്കണം. അങ്ങനെ 1 സെൻറ്റ് ഭൂമിയെങ്കിലും ഉണ്ടെങ്കിലേ ഇവിടെ വന്ന് സമരം ഇരിക്കൂലായിരുന്നു എന്ന് ഈ ആളുകൾ പറയുന്നുണ്ട്. അവരോട് നമ്മുടെ ഭരണകൂടം പറഞ്ഞത് നിങ്ങൾക്ക് 50 സെൻറ്റ് സ്ഥലം തരാൻ തീരുമാനിച്ചിരിക്കുന്നു. 2024 ഡിസംബർ 31 മുൻപ് അത് തരും, പട്ടയം തന്നെ തരുമെന്നാണ്. പക്ഷേ പട്ടയവുമില്ല, ഭൂമിയുമില്ല, ഒന്നുമില്ല. സമരം മാത്രം ബാക്കിയായി നിൽക്കുന്നു നിലമ്പൂരിലെ ആദിവാസി ജനത. ഇവരുടെ പ്രശ്നം കൂടി ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായി ചർച്ച ചെയ്യണമെന്ന് മാത്രമല്ല, പരിഹാരവും ഉണ്ടാക്കണം സർക്കാരെ എന്നാണ് വോട്ടർ സൈക്കിൾ ഡയറിക്ക് പറയാനുള്ളത്.